നമസ്കാരം. രാത്രി കഥകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഒരു മുറിയെക്കുറിച്ചാണ്. ആ മുറി വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഓരോ ദിവസവും അതിനകത്ത് നിന്ന് ആരോ നടക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കും. കേരളത്തിലെ മലനിരകൾക്ക് സമീപമുള്ള ഒരു പഴയ ബംഗ്ലാവ്. ആ വീട്ടിൽ വർഷങ്ങളായി ആരും താമസിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അഭിൻ എന്ന യുവാവ് അത് കുറഞ്ഞ വാടകയ്ക്കെടുത്തു. ആദ്യ ദിവസം വീട് മുഴുവൻ അവൻ പരിശോധിച്ചു. പഴയ ഫർണിച്ചർ, പൊടിപിടിച്ച ഫോട്ടോകൾ, പൊട്ടിയ ജനലുകൾ. പക്ഷേ മുകളിലെ നിലയിൽ ഒരു മുറി മാത്രം പൂട്ടിയ നിലയിൽ ഉണ്ടായിരുന്നു. കതകിൽ ഒരു പഴയ ലോക്ക്. അതിനു മുകളിൽ ചുവന്ന പെയിന്റിൽ എഴുതിയിരുന്നു, തുറക്കരുത്. അഭിൻ ചിരിച്ചു. ഇതൊക്കെ ആളുകളെ പേടിപ്പിക്കാൻ. പക്ഷേ ആ വീട്ടിൻ്റെ കെയർടേക്കർ ആയിരുന്ന വയോധികൻ അവനെ തടഞ്ഞു. രാത്രി 3 മണിക്ക് ആ മുറിയുടെ സമീപത്തേക്ക് പോകരുത്. ആദ്യ രാത്രി. പുറത്ത് നല്ല മഴ. രാത്രി 2 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. അഭിൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് കാൽച്ചുവടുകൾ. അവൻ കണ്ണു തുറന്നു. വീട് മുഴുവൻ ഇരുട്ട്. ഫോൺ എടുത്തു നോക്കി. കൃത്യം 3 മണി. അപ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ വളരെ മന്ദമായി മുകളിലെ മുറിയിൽ നിന്ന്. അഭിൻ പതുക്കെ മുകളിലേക്ക് കയറി. ഓരോ പടിയും കയറുമ്പോൾ ആ കരച്ചിൽ കൂടുതൽ വ്യക്തമായി. മുറിയുടെ മുന്നിലെത്തി. വാതിലിന് താഴെ നിന്ന് ചുവന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നു. അവൻ കൈ വാതിലിൽ വെച്ചു. അപ്പോൾ അകത്തു നിന്നൊരു ശബ്ദം, ദയവായി വാതിൽ തുറക്കരുത്. അഭിൻ ഒരു പിടി പിന്നോട്ടെടുത്തു. പക്ഷെ അടുത്ത നിമിഷം അതേ ശബ്ദം വീണ്ടും. ഇപ്പോൾ വളരെ ഭീകരമായി, തുറക്കൂ. മുറിക്കുള്ളിൽ ആരോ വാതിൽ ചുരണ്ടാൻ തുടങ്ങി. അഭിൻ്റെ ശ്വാസം വേഗത്തിലായി. അവൻ താഴേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ പടികൾ കാണുന്നില്ല. വീട് മാറിയിരിക്കുന്നു. ചുവരുകൾ മുഴുവൻ ഇരുണ്ട കറുത്ത പാടുകൾ. ഫോട്ടോകളിലെ ആളുകൾ ഇപ്പോൾ അവനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ മുറിയുടെ ലോക്ക് സ്വയം തുറന്നു. വാതിൽ പതുക്കെ തുറന്നു. അകത്തു മുഴുവൻ ഇരുട്ട്. പക്ഷേ ഒരു കണ്ണാടി മാത്രം. ആ കണ്ണാടിയിൽ അഭിൻ നിൽക്കുന്നു. പക്ഷേ കണ്ണാടിയിലെ അഭിൻ ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ അഭിൻ ചിരിക്കുന്നുമില്ല. നീ വൈകി. കഥ തുടരും. തുടർന്നുള്ള കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാത്രി കഥകൾ. എന്നാൽ ശരി കൂട്ടുകാരെ, രാത്രി ഒറ്റയ്ക്ക് കേൾക്കരുത്.